ഞാൻ ഈ കാര്യങ്ങൾ പറയണത് രാഷ്ട്രീയ ഉദ്ദേശത്തോടോ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടോ അല്ല. പക്ഷേ എന്നെ പഞ്ചായത്തിലേക്ക് വിളിപ്പിച്ചതും ഭയപ്പെടുത്താൻ ശ്രമിച്ചതൊക്കെ പലർക്കും, എല്ലാവർക്കും ഇല്ല. നമ്മളെ ഇപ്പോൾ ഭരണത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നല്ലവരായ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പക്ഷേ എല്ലാ പാർട്ടിയിലും ആ പാർട്ടിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ കീടങ്ങളുണ്ടാവും. സ്വാഭാവികം സ്വാഭാവികം. അപ്പം അങ്ങനെ ഏതോ ആള്, എനിക്കറിയില്ല ആരെ വ്യക്തമായിട്ട് അറിയില്ല, പോട്ടെ. അപ്പോൾ അവരുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് എനിക്കെതിരെ ഒരു അനീതി ഉണ്ടായിരിക്കുന്നത്. അത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്, അതൊരു സത്യമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് നീതി കിട്ടണം. നമ്മളത് നിയമത്തിൻ്റെ വഴിക്ക് പോവുകയാണ്. നമ്മുടെ ഭാഗത്ത് ശരികളുണ്ട്, ശരിയായ തെളിവുകളും കയ്യിലുണ്ട്. എന്നിട്ട് അതൊരു പരാതി കൊടുത്ത് അത് അന്വേഷിക്കേണ്ട ഉദ്യോഗസ്ഥരെ എന്താണ് വരട്ടത്തത്വം പറയാന്ന് കേട്ടേണ്ട. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ പലർക്കും അറിയാം എൻ്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഫേസ്ബുക്കിലും ഒക്കെ എഴുതുന്നത്. എനിക്ക് ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് നീതി നിഷേധവും വ്യക്തമായ അന്വേഷണവും ഇല്ലാതെ എന്നെ ഒന്ന് ഭയപ്പെടുത്താൻ ആലങ്കോട് ഗ്രാമപഞ്ചായത്തിൽ വിളിച്ചു. അത് അവരുടെ ഭാഗത്തു നിന്ന് വളരെ ഫാൾട്ടാണ്. ഇപ്പോൾ ആ ഫാൾട്ട് പല രീതിയിലും പലരും വ്യാഖ്യാനിക്കുമായിരിക്കും. പക്ഷെ എനിക്ക് അതൊരു അനീതിയായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇതാണ് ആ പരാതി ഞാൻ കൊടുത്തത് തിരുവനന്തപുരത്ത് ഡയറക്ടർക്ക്. സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് റൂറൽ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിന് ഞാൻ പരാതി കൊടുത്ത് എൻ്റെ പരാതിയാണ്, വ്യക്തമായിട്ട് പരാതി കൊടുത്തു. അത് ഫയലിൽ സ്വീകരിക്കുകയും എനിക്ക് അവിടെ നിന്ന് മറുപടി തരികയും ചെയ്തു. ഇത് തിരുവനന്തപുരത്തു നിന്ന് തന്ന മറുപടിയുടെ കോപ്പി. അത് കൃത്യമായ അന്വേഷണത്തിന് മലപ്പുറം ജില്ലാ ജോയിൻറ്റ് ഡയറക്ടർ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് അവരന്വേഷിക്കാനായിട്ട് കൊടുത്ത കത്താണിത്. ഇതവർ കൃത്യമായി അന്വേഷിച്ച് നടപടി എടുക്കണം. അതാണ് അതിൻ്റെ കാര്യങ്ങൾ. അവിടെ എത്തിയപ്പോൾ എന്തുണ്ടായി? അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ഓഫീസർ എനിക്ക് ശനിയാഴ്ച വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, എന്താണ് കാര്യങ്ങൾ? അപ്പം ഞാൻ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു. ഞാൻ എൻ്റെ കയ്യിലുള്ള പ്രൂഫിൻ്റെ കാര്യവും എല്ലാ കാര്യങ്ങളും ഉണ്ടായ സംഭവം അടക്കം. അത് കേട്ടതിന് ശേഷം എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും നോട്ടീസ് തന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് നോട്ടീസ് തന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെ വിവരാവകാശം ചോദിച്ചപ്പോൾ എനിക്കെതിരെ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ഞാനാണ് കുറ്റക്കാരൻ എന്ന നിലയിലൊരു വിവരാവകാശത്തിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണ് കൊടുക്കുന്നത്? അതെനിക്കെതിരുള്ള ഒരു വലിയ നീതി തന്നെയല്ലേ. അപ്പോൾ അവർ പറയുന്നത്, നിങ്ങൾക്ക് നേരിട്ട് നോട്ടീസ് തന്നിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്കതിനെന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എടുക്കാൻ കഴിയില്ല എന്നത്. അപ്പോൾ ആരെങ്കിലും ഒരാളെ കുറിച്ചിട്ട് ഒരു വിവരാവകാശം വഴി പഞ്ചായത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്കെതിരെ വ്യാജമായ റിപ്പോർട്ടുണ്ടാക്കി കൊടുക്കലാണോ പഞ്ചായത്തിൻ്റെ പരിപാടി എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ അത് നടപടി എടുക്കാൻ അവർക്ക് പറ്റില്ല, കഴിവില്ല. സംഭവം എന്നോട് വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു, ഒരു രക്ഷയില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ രേഖാമൂലം രേഖാമൂലം അങ്ങനെ വേണ്ട പറഞ്ഞാൽ പോരല്ലോ, ഫോൺ വിളിച്ചിട്ട് ഇത് നടപടി എടുക്കാൻ പറഞ്ഞാൽ പറ്റില്ലല്ലോ. നിങ്ങൾ രേഖാമൂലം അതിൻ്റെ ഒരു കത്ത് ഇതുപോലെ അയക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അത് ഞാൻ പഞ്ചായത്തും കൂടിയിട്ട് ഇതിപ്പോൾ വിവരം അറിയാൻ വേണ്ടി വിളിച്ചതാണ്. പഞ്ചായത്തിലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചു. അപ്പോൾ എൻ്റെ സാറ് ഇതുപോലെ നമ്പർ മേടിച്ചിട്ട് വിളിച്ച് ഇന്ന ആളാണ്, ആളുടെ പേരും തസ്തികയും ഒന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. ഇതാണ് അവർ മിണ്ടണില്ല, അത് പറഞ്ഞു കൊടുക്കണില്ല. എന്തായാലും വെള്ളം ഞാനതൊരു ആ വിളിച്ച ഉദ്യോഗസ്ഥനെതിരെ വീണ്ടും പരാതിയായിട്ട് പോയി. ഉദ്യോഗസ്ഥനെതിരെ ഞാൻ വീണ്ടും പരാതി കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊരു സാധാരണ ഒരു പാവപ്പെട്ടവന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ട് ഇതൊന്നും നിയമമില്ല, അതൊന്നും പരാതി സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? അറിയാത്ത ആളുകളുണ്ടാവും. അറിയാത്ത ആളുകൾ വിചാരിക്കുക എന്നാൽ അത് ഒഴിവാക്കുക, ഇനി വണ്ടിമേൽ അതിൻ്റെ പിന്നാലെ നടക്കണ്ടെന്ന്. ഇത്
അങ്ങനെ ചിന്തിക്കാതെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകും. ഞാനും മുന്നോട്ട് പോകും. ഇത് ഇനി അവിടുന്ന് വീണ്ടും അനീതിയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇനിയും വേറെയും സംവിധാനങ്ങളുണ്ട്. ഞാൻ ഇതിൽ കൊടുത്തിൽ അവസാനത്തെ സെൻറ്റൻസ് ജസ്റ്റ് ഒന്ന് വായിക്കാം. ബന്ധപ്പെട്ട വകുപ്പ് നിയമപരവും ചട്ടങ്ങൾ പ്രകാരമുള്ള അന്വേഷണവും നടപടികളും എടുത്തിട്ടില്ലെങ്കിൽ നിലവിൽ സ്റ്റേറ്റ് പോലീസ് വിജിലൻസ് ട്രൈബ്യൂണൽ, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എന്നീ സ്ഥാപനങ്ങൾ ഉള്ള കാര്യം എല്ലാ സർക്കാർ ജീവനക്കാരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കൂടാതെ 2005 വിവരാവകാശ നിയമം, കേരള സ്റ്റേറ്റ് റൈറ്റ്സ് സർവീസ് ആക്ട് 2012, 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നിവയിലും നിലവിലുണ്ട് എന്ന കാര്യം എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും ഓർക്കുന്നത് നന്ന്. അത്രേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. അപ്പോൾ നമുക്ക് നോക്കാം. വെയിറ്റ്, ഞാൻ ഈ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് ഒരു വീഡിയോ പറയും. അപ്പോൾ താങ്ക് യു. ഈ വിവരം ഒന്ന് അറിയിക്കണം തോന്നി അറിയിച്ചു.